അതെ, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ക്രിസ്മസ് വ്ലോഗായിട്ട് വന്നേക്കാണ് ഗൈസ്. നിങ്ങൾ കാണുന്നത് ഈ ബാനുമിയുടെ കുൽസിത പ്രവൃത്തികളാണ്. ബാനുമി ക്രിസ്മസ് ട്രീക്ക് വേണ്ടി ചാടിക്കളിക്കുന്ന ആ ഒരു സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ക്രിസ്മസിന് വേണ്ടി പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളൊരു കാർഡ്ബോർഡാണ് എടുത്തേക്കുന്നത്. വെറുതെ ചുമ്മാ കുറേ കാശൊന്നും കളയേണ്ട കാര്യമില്ല. അതും ഇതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ സുൽത്താനക്കട കടയിൽ പോയി ഒരു മാൽക്കി മെസ്റ്റിൻ്റെ ഒരു ബിസ്ക്കറ്റിൻ്റെ വലിയൊരു കാർഡ്ബോർഡ് അവർ ഇങ്ങനെ വാങ്ങിച്ചു. ഞങ്ങൾക്ക് തന്നതാണ്. 4 സൈഡ് അതിൻ്റെ മുറിച്ച് കൊടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വ്യക്തമാകുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ വീഡിയോ ആണെങ്കിലും ഞങ്ങൾ തന്നെ വേറെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ജസ്റ്റ് ഞങ്ങൾ വ്ളോഗിന് വേണ്ടിയിട്ട് ഇതാക്കിയതാണ്. 4 സൈഡും നല്ലോണം വൃത്തിയായിട്ട് മുറിച്ചിട്ട് ഈ മോൾ വശം കണ്ടോ, ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു മടക്കി കൊടുക്കണം. എന്നിട്ട് മുറിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അത് ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സംഭവമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ഇങ്ങനെ ഒരു വീട് പോലെ. ബാനുമി അപ്പോഴത്തേക്ക് അതിനകത്ത് കയറിയിരിക്കും. അവിടെ വിചാരിച്ച് അവിടെ വീടാണെന്ന് അവൾ കൂടുതലൊന്നും കിടക്കത്തില്ല. പിന്നെ ഇങ്ങനെ ബാക്ക് പോർഷനിൽ ബാക്കി വന്നൊരു കാർബോർഡ് ഉണ്ടല്ലോ അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടും. ഞങ്ങൾ ബാക്കിലാണെങ്കിൽ ഇങ്ങനെ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചായിരുന്നു, എന്നാലേ അതിൻ്റെ ഒരു ഫിനിഷിങ് വരത്തുള്ളൂ. ഇങ്ങനെ കുന്തും കുഴിയും പോലെയൊക്കെ കിടക്കും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പുൽക്കൂട് കെട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ കച്ചി എടുത്തുകൊണ്ടിരുന്ന സീന. കച്ചു ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല കേട്ടോ. ആ സമയത്ത് ബാനുമി അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് അമ്മ ഒന്ന് ചോറൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇല്ലേ അവൾ അതിനകത്തൊക്കെ കയറിയിരിക്കും. ദാണ്ട ലാസ്റ്റ് ഞാനും പൊന്നിയും കൂടെ പിന്നെ അതിനകത്ത് പുൽക്കൂടിനകത്ത് കച്ചിയൊക്കെ വാരി ഇങ്ങനെ നിറയ്ക്കുമായിരുന്നു. ഇവിടെ പശുവുള്ളൊരു വീടുണ്ട്, അവിടെ പോയി ഞങ്ങൾ കച്ചി എടുത്തോണ്ട് വന്നേ. ഞങ്ങൾ കച്ചിയൊന്നും കാശ് കൊടുത്ത് വാങ്ങിച്ചൊന്നുമല്ല. അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനൊന്നും അല്ല ചെയ്യുന്നത്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അമ്മയാണെങ്കിൽ കച്ചിയൊക്കെ എടുത്ത് ഇങ്ങനെ മെടയാൻ തുടങ്ങി. അമ്മയ്ക്ക് പനിയായുണ്ടോ, മാസ്ക് ഒക്കെ ഇട്ടേക്കുന്നത്, അലർജിയാണ്. അപ്പോൾ ഇങ്ങനെ ചുരുട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു രീതിക്ക് നല്ലവണ്ണം ഇരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ മുകളിൽ വെച്ചിട്ട് നൂല് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് മെടയാനൊക്കെ അറിയാം, ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുകൂടെ ചെയ്തായിരുന്നെ മൊത്തം വാരിക്കൂട്ടി ഇങ്ങനെ ആക്കിയേനെ. എന്നിട്ട് താണ്ട് ഈ ഒരു സ്ട്രക്ചറിലാണ് നമുക്ക് കിട്ടുന്നത്. ഈ സ്റ്റാർ ഞങ്ങൾ 10 രൂപയ്ക്ക് അങ്ങോട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ബാനു ആണെങ്കിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓടി വന്ന് അതിനകത്ത് കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ മോൾ പാഷനൊക്കെ ഇങ്ങനെ വാരിയെല്ലാം ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് നൂലുകൊണ്ട് ഞങ്ങൾ നല്ലോണം കെട്ടി വെക്കുമ്പം നമുക്ക് സെയിം ആ ഒരു സ്ട്രക്ചറിൽ തന്നെ ഇരിക്കും. ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും പറയാം, ഇങ്ങനെ പൊഴിഞ്ഞ് അത് വീണുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നതെല്ലാം. ഇതൊന്നും ഞങ്ങൾ ഈ വർഷം വാങ്ങിച്ചതല്ല. ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിച്ചില്ല. അത് കാണുമ്പോൾ പറയാം അതിനകത്തുനിന്ന് പെയിൻറ്റും അതും ഇതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രീ ഒക്കെ സെറ്റാക്കി. കാരണം ട്രീയുടെ ആ സ്റ്റാൻഡൊക്കെ ഒന്ന് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പൊന്നി കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് ഞങ്ങൾ 2 വേലിയൊക്കെ ഇതാക്കി. പുൽത്തൊഴുത്തല്ലേ, അപ്പം നമുക്ക് 2 സൈഡിൽ ഇങ്ങനെ വേലിയൊക്കെ വേണമല്ലോ. ഞങ്ങളത് കാർഡ്ബോർഡിൽ തന്നെ ജസ്റ്റ് വരച്ച് പെയിൻ്റ് അടിച്ചെടുത്തിട്ട് ഒട്ടിച്ച്. അപ്പോഴാ അച്ഛൻ വീണ്ടും ബാനുവുമായിട്ട് എൻട്രി നടത്തിയത്. കാരണം അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടി വന്ന് ഞങ്ങൾ എന്തോ ചെയ്യുന്നുണ്ടെന്ന് നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുക്കു വന്നു. കുക്കുവിനും ഭയങ്കര ആഗ്രഹമായിരുന്നു പുൽക്കൂട് കെട്ടണമെന്നുള്ളത്. കുക്കു ബാക്കി ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തത്. പിന്നെ ഫ്രണ്ടിൽ ഒരു പോർഷൻ ഞങ്ങളിങ്ങനെ മിറ്റം പോലെ എടുത്തിട്ട് അവിടെ മണൽ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാനുവിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ മിറ്റത്ത് പിടിച്ച് കെട്ടിയിട്ട് എനിക്ക് അവൾ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കും. എന്ന് വെച്ചാൽ എല്ലാം കണ്ടുകൊണ്ട് അവിടെ തന്നെ കിടന്നോളൂല്ലോ, അതാകുമ്പോൾ പ്രത്യേകിച്ച് ശല്യമൊന്നുമില്ല. ഈ ഒരു സാധനമാണ് നമുക്ക് ലാസ്റ്റായിട്ട് കിട്ടിയത്. ആ ഫ്രണ്ട് ഞങ്ങൾ കണ്ടോ മണൽ വെച്ച് ആദ്യം പശ തേച്ച് അതിനകത്ത് മണലിട്ടിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. അപ്പം നമുക്കൊരു മിറ്റം പോലെ ഒരു സ്ട്രക്ചർ കിട്ടും. എന്നിട്ട് വേലിയാണെങ്കിൽ ഞങ്ങൾ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു. ആ സമയത്ത് ഞങ്ങളുടെ ഗ്ലൂ തീർന്ന സമയത്താണ് അമീർ താണ്ട ഗ്ലൂ ആയിട്ട് വന്ന് ഞങ്ങൾക്ക് ഗ്ലൂ ഒക്കെ കൊണ്ടു തന്നു. ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് ആദ്യമായിട്ട് എങ്ങനെ ഒരു പുൽക്കൂട് കെട്ടി ആഘോഷിക്കുന്നത്. ഇതിനകത്ത് വെക്കുന്ന ആൾക്കാരുടെ റോയൽ എൻട്രിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ പഴയതാണെന്ന്, അതുകൊണ്ട് ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മുടെ കുക്കു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരൊക്കെ ആയിട്ട് ഇങ്ങനെ പറക്കിയൊക്കെ വെച്ച്. ബാനു ആണെങ്കിൽ ഇങ്ങനെ നടന്നങ്ങ് ബഹളം വെക്കുമായിരുന്നു. അവക്കും അതിനകത്ത് കയറണം എന്ന് വെച്ചാൽ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ മൊത്തം കയറി എല്ലാം നശിപ്പിക്കും. പിന്നെ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. കുക്കു, അമ്മ, അച്ഛൻ, അമീർ, ഞാൻ, പൊന്നി. രേവതി ഇല്ലായിരുന്നു. രേവതി കുക്കുവിനെ കൊണ്ടിട്ട് തിരിച്ചങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്മ വന്ന് ബാനുവിന് ഓരോന്നൊക്കെ കൊടുക്കുകയും ഓരോ കാര്യം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ പിന്നെയും കയറി ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾ മുറ്റത്തൊന്ന് കുറച്ചിങ്ങനെ ചെടിയൊക്കെ പിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കല്ലൊക്കെ ഉണ്ടല്ലോ പണ്ട് വീട്ടിൽ അക്വേറിയം ഉള്ള സമയത്ത് അവിടെ തന്നെ ഇരുന്നതാണ്, അതൊക്കെ വെച്ച് ഞങ്ങൾ സെറ്റ് ചെയ്തത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ പഴയ ഫോണിൻ്റെ ബോക്സ് ഉണ്ടല്ലോ അതിനകത്ത് ഞങ്ങൾ കുറച്ച് ഇത് വെച്ചിട്ട് കച്ചി വെച്ച് ഒട്ടിച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ണിയേശുവിനെ കിടത്താൻ വേണ്ടി സെറ്റാക്കിയത്. ഉണ്ണിയേശുവിനെ നമ്മൾ ഇപ്പോഴൊന്നും അല്ല എടുത്തത്, ക്രിസ്മസിൻ്റെ തലേന്നാണ്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് വീഡിയോ എടുക്കാനുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചാൽ. ഈ മാലായൊക്കെ ഉണ്ടോ ഇതിനെയൊക്കെ കിട്ടിയതാണ്. ഇതെല്ലാം ഒരുമാതിരി ഇരിക്കുക, കാരണം പഴയതല്ലേ. ഞങ്ങൾ ബാനുവിനെയൊക്കെ വെച്ച് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ അവളിങ്ങനെ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നമുക്ക് ആ ഒരു ഇതിൽ കിട്ടിയേക്കുന്നത്. കച്ചിയൊക്കെ ഞങ്ങൾ പിന്നെയും കണ്ടിച്ച് കളയുന്നുണ്ടായിരുന്നു, കാരണം വെച്ചതൊക്കെ പിന്നെയും എല്ലാം ഉരുണ്ട് വീഴുമായിരുന്നു. കുക്കുമായിരുന്നു സ്റ്റാറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് പിന്നെ ഞാനും കുക്കും കൂടെ തൊപ്പിയൊക്കെ വെച്ച് ഓരോരുത്തരൊക്കെ എടുത്തതിനകത്തോട്ട് വെച്ചു. പിന്നെ ക്രിസ്മസ് ട്രീ ഞങ്ങൾ നേരെ നിങ്ങൾ കാണുന്നുണ്ടോ അപ്പുറത്ത് ഞങ്ങൾ നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അച്ഛനെയും അമ്മയൊക്കെ അതിനകത്ത് വെച്ച് ബാനുവിനെ വെച്ച് ഇത് കണ്ടു. ഞങ്ങൾ ഫോട്ടോ എടുക്കാനുള്ള തന്ത്രപ്പാടില്ല. ബാനു പക്ഷേ ഇരിക്കുന്നേ ഇല്ലായിരുന്നു, അവിടെ ഇവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഉണ്ണിയേശുവിനെ നേരത്തെ വെച്ചത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉണ്ണിയേശുവിനെ നേരത്തെ അതിനകത്തോട്ട് കൊണ്ടുവച്ചത്.
എനിക്ക് തൊട്ടിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് പൊന്നിയുടെ ഐഡിയ ആയിരുന്നു. മാലാഖയെ ഞങ്ങൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഡബിൾ സൈഡിൻ്റെ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഉരുണ്ടുരുണ്ട് വീഴുന്നുണ്ടായിരുന്നു. പിന്നെ വലിയ വിലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും അത്രയും സ്ട്രക്ചറുള്ള രൂപങ്ങളല്ല. ഒട്ടകത്തിൻ്റെ മുഖമൊക്കെ ഇരിക്കുന്നുണ്ട് ഒരുമാതിരി. ഇത് ആട്ടിൻകുട്ടിയൊക്കെ ഇങ്ങനെ മറിഞ്ഞു കിടക്കുക. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ഒരു സന്തോഷം. നിങ്ങൾ ചുമ്മാ വെറുതെ ഇങ്ങനെ കാശ് കൊടുത്ത് വാങ്ങിച്ച് ഇതാക്കേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് അഫോർഡബിളായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇതാണ് ഞങ്ങളുടെ ലൈറ്റിൻ്റെ സെറ്റപ്പിൻ്റെ ആൾ. അമീർ വന്ന് പിന്നെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് തന്നായിരുന്നു. ഈ ലൈറ്റ് എന്ന് വെച്ചാൽ ഒരെണ്ണം എൻ്റെ റൂമിൽ കിടന്നതാണ്, ഒരെണ്ണം വേറെ പൊന്നിയുടെ അങ്ങിരുന്നതാണ്. അത് രണ്ടും വെച്ച് ഞങ്ങൾ ചെയ്ത്. ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ്. കണ്ടോ, ഞങ്ങൾ ടോർച്ചൊക്കെ അടിച്ച് വീഡിയോ എടുക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫുള്ള് കുളമായിരുന്നു, പിന്നെ ഞങ്ങളെല്ലാം ക്ലീൻ ആക്കിയതാണ്. ഇതാണ് ആ ഒരു ലൈറ്റൊക്കെ ഇട്ട് ഞങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഉള്ള ആ ഒരു ഇത്. പിന്നെന്ന് വെച്ചാൽ എക്സ്ട്രാ ഞങ്ങൾ വാങ്ങിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ മറ്റേ ഇതുണ്ടല്ലോ സ്പ്രേ, സ്നോ സ്പ്രേ. ഇത് രണ്ടെണ്ണം ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. ഞങ്ങൾ കാശ് മുടക്കി വാങ്ങിച്ചാൽ എന്ന് വെച്ചാൽ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സന്തോഷം. ഇങ്ങനെ കോഡ് വയറൊക്കെ പൊന്നി അവിടെ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അത് അപ്പുറത്തെ റൂമിൽ കുത്തിയിട്ട് ഇപ്പുറത്തോട്ടൊക്കെ വലിച്ച് ഞങ്ങൾ സാഹസികമായിട്ടാണ് ഈ ഒരു സാധനം ഇതാക്കി. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ചെയ്തതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പുൽക്കൂട. ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഗ്ലാം മലയാളിയുടെ വക. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ടാറ്റാ.